നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ നമ്മൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് പൈസ ഇല്ലെന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള വ്യക്തികൾക്ക് നമുക്ക് അതിനകത്ത് സഹായിക്കാൻ പറ്റും. അപ്പോൾ ആ സഹായത്തിനെ പറ്റി ഫെമ ആക്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് വെച്ചാൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിരിക്കണം. അതിൽ 10 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവരുത്. നമ്മൾ പുതിയതായിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്ട്സ് കീപ്പ് ചെയ്യുമെങ്കിൽ മാത്രമേ അത് സ്റ്റാർട്ടപ്പ് കമ്പനിയുടെ അംഗീകരിക്കുള്ളൂ. ഈ സ്റ്റാർട്ടപ്പ് കമ്പനി അംഗീകരിക്കുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആൻഡ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറഞ്ഞ ഒരു ഭാരത സർക്കാരിൻ്റെ ഒരു സ്ഥാപനമാണ്. ഫെമ ആക്ട് പ്രകാരം അവരാണ് സ്റ്റാർട്ടപ്പായിട്ട് വരുന്നത്. സോ സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് പുറത്തുനിന്ന് നമുക്ക് ഇക്വിറ്റി ഷെയർസ് ആയിട്ടും ഡിബഞ്ചേഴ്സ് ആയിട്ടും പ്രിഫറൻസ് ഷെയർസ് ആയിട്ടും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാം. പുറത്തുള്ള വ്യക്തികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കൺവെർട്ടബിൾ നോട്ടായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കൺവെർട്ടബിൾ നോട്ട് എന്ന് വെച്ചാൽ നമുക്കൊരു കടം വാങ്ങുന്നത്, അതൊരു പ്രിസ്ക്രൈബ് പീരീഡിലേക്ക് നമ്മൾ കടം വാങ്ങുകയും അത് ഒരു പ്രിസ്ക്രൈബ് പീരീഡിന് ശേഷം തിരിച്ചു കൊടുക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ അത് നമ്മുടെ ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കൺവെർട്ടബിൾ നോട്ട്. സോ കൺവെർട്ടബിൾ നോട്ട് 25 ലക്ഷം രൂപ വരെ വാങ്ങാൻ പറ്റും. പിന്നെ ഇത് വാങ്ങുന്ന മെത്തേഡ് എന്ന് വെച്ചാൽ നമ്മൾ പൈസ ഇന്ത്യയിലേക്ക് വരുന്നത് ബാങ്കിങ് ചാനൽ ത്രൂ ആയിരിക്കണം. അത് പാർട്ടീൻ്റെ NRE or FCNRBയിലെ അക്കൗണ്ട് ത്രൂ മാത്രമേ വരാൻ പാടുള്ളൂ. അതേപോലെ തിരിച്ചു കൊടുക്കുന്നുണ്ടെങ്കിലും പാർട്ടീൻ്റെ NRE or FCNRB അക്കൗണ്ട് ത്രൂ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. വൺസ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനിയോ നമ്മൾ CN30 എന്ന് പറഞ്ഞ ഫോമിൽ ഓതറൈസ്ഡ് ഡീലർ മുഖാന്തരം നമ്മുടെ ബാങ്ക് മുഖാന്തരം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവണം.